ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ട്രെസ്സിനെ പറ്റിയാണ്. സ്ട്രെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പല ടെക്നിക്സ് ഉണ്ട്. സ്ട്രെസ് എങ്ങനെ വരുന്നു, സ്ട്രെസ്സിൻ്റെ സിംറ്റംസ് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കാം. ഫസ്റ്റ്, സ്ട്രെസ് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വയറായിരിക്കും കംപ്ലൈൻ്റ് ആവുക. IBS എന്നാണ് ഇതിനെ പറയുക, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ വേദന തുടങ്ങും, നമ്മൾ പോലും ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ ബോഡി പെയിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. മൂന്നാമത്, സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ തലവേദന ഉണ്ടാകും. തലയുടെ പിറകു ഭാഗത്തും ഈ നെറ്റിയുടെ മുൻഭാഗത്തൊക്കെ ആയിട്ട് നല്ല സ്ട്രെസ് ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് തല വിങ്ങി പൊട്ടുന്ന പോലെ ഫീൽ ചെയ്യും. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാവും. പെട്ടെന്ന് ദേഷ്യം വരും. പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾ ഓൺ ദ എഡ്ജ് എന്ന് പറയും. അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. അടുത്തൊരു സിംറ്റമാണ് ഡിക്രീസ്ഡ് ലിബിഡോ. ലിബിഡോ എന്ന് വെച്ചാൽ നമുക്ക് സെക്സ്വൽ ഫങ്ഷൻ, അതായത് നമുക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടാവില്ല. വിവാഹിതരായ ആളുകളാണെങ്കിൽ ഭാര്യമാരോട് താല്പര്യക്കുറവ് വരാം, ഈ ഒരു സെക്സ്വൽ ഡിസയർ കുറയാം. പിന്നെ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, വിശപ്പ് കുറയാൻ ചിലരെന്ന് വെച്ചാൽ അമിതമായ ഭക്ഷണം കഴിച്ചു കളയും. അപ്പോൾ സ്ട്രെസ്സിൻ്റെ സിംറ്റംസ് എന്താണ്, ഇതാദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വി ആർ അണ്ടർ സ്ട്രെസ്.